എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ ഡോക്ടർ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ സെൻട്രിക്ക് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ഡോക്ടർ ടെൻഷനായിട്ട് ഇപ്പൊ അവളോട് പറയും, നീ നിന്റെ കാര്യങ്ങള് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചുപോയ നിനക്ക് പുതുജീവൻ നൽകിയത് അത് ഞാനാണ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണം നീ കേൾക്കാൻ. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തരാൻ ഞാൻ തയ്യാറാണ്. ഇവര് കള്ളന്മാരാണ്, ഇവരൊക്കെ തകർത്ത് നമുക്കിവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. പക്ഷേ സെൻട്രിക്ക് അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ആ വില്ലനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടി. സെൻട്രിയെ ഇനി കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് റോബിനും മനസ്സിലാവും. അവൾ പതിയെ പതിയെ അവളുടെ കൺട്രോള് അവൾ തന്നെ തിരികെ പിടിക്കുകയാണെന്ന്. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര അത്ഭുതം തോന്നും. ഉടനെ റോബിൻ, ഇതുപോലുള്ള പല മിറാക്കിൾസും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്, ഇത് ശരിക്കും പുതുമയുള്ള കാര്യമൊന്നും അല്ല. സെൻട്രി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് നടന്നു വരും. എന്നിട്ട് തല ഉയർത്തി പല്ല് കടിച്ചു പറയും, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇപ്പൊ തന്നെ ലോക്ക് ചെയ്യാൻ പോവാണ്. ഇത് കേട്ട് നമ്മുടെ ആൾക്കാർ വീണ്ടും ഷോക്കാവും. റോബിൻ പറയും, ഔ സാഡ്, ഞാൻ കരുതിയത് എന്തെങ്കിലും വലിയൊരു മിറാക്കിൾ അത് നടക്കുമെന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മുൻപില് വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് റോബിൻ ആണെങ്കിൽ അവളെ കൈവച്ച് ലോക്ക് ചെയ്യും. ഡോക്ടറിനാണെങ്കിൽ അത് കണ്ട് കുറച്ച് പേടിയാവും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് 100-110 ഓടും. അതിന് ചോപ്പർ അവനങ്ങനെ ചാടി ഓടി ഡോക്ടറിന്റെ തൊട്ട് പിന്നാലെ വരികയാണ്. ഡോക്ടർ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ചോപ്പർ ചാടി വീണ് ഡോക്ടറെ പിടിച്ചു വലിച്ച് വീണ്ടും ആ റൂമിലേക്ക് തന്നെ വലിച്ചിടുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നീ ആക്ച്വലി ഒരു മനുഷ്യനൊന്നും അല്ല, ആ മൃഗങ്ങളെ പോലെ തന്നെ നീയും വെറൊരു മൃഗം മാത്രമാണ്. ചോപ്പർ പറയും, അതെ, നീ പറഞ്ഞ ഒക്കെ തന്നെ സത്യമാണ്. പക്ഷേ നിനക്കില്ലാതെ പോയ ഒന്നെനിക്കുണ്ട്, മനസാക്ഷിയുള്ള ഒരു മനസ്സ്, അത് മാത്രം മതി എനിക്ക് ജീവിക്കാനെന്ന് പറഞ്ഞ് വീണ്ടും ഡോക്ടറിനെ അങ്ങനെ പിടിച്ചു ഞെരുക്കും. ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചോപ്പറിന്റെ കൈ അതെങ്ങനെയെങ്കിലും വിടുവിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ റോബിനെ നോക്കി എന്തോ ഒരു ആക്ഷൻ കാണിക്കും. കാര്യം പിടികിട്ടിയ റോബിൻ കുറെ കാലം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോ ചോപ്പറിനെയും ആ ഡോക്ടറിനെയും അവർ രണ്ടുപേരെയും അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. രക്ഷിക്കടാ എന്ന് പറഞ്ഞ് ഡോക്ടർ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. അത്രയും ഹൈറ്റിൽ നിന്ന് ആള് താഴേക്ക് വീണ തവിട് പൊടിയാവുക. കട്ട് ചെയ്താ ഇവിടെ ലൂഫി, അവനാണെങ്കിൽ ആ 900നെ കണ്ട് വാ തുറന്ന് നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു രൂപം ഇതുവരെ അവൻ കണ്ടിട്ടില്ല. ആ രൂപത്തിലാണ് അവന്റെ ഷാഡോ ഉള്ളത് എന്നുകൂടെ അറിയുമ്പോ നമ്മുടെ ചെക്കനാണെങ്കിൽ അതൊരു ഡബിൾ ഷോക്കായിരിക്കും. ഗോമുറയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാണ്. ഗഗ്ഗോമുറിയെ ചോദിക്കും, ഓ അവസാനം നീ വന്നു അല്ലേ, ഒരുപാട് നേരായി നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ നിന്റെ ഷാഡോയും ബോഡിയും അത് രണ്ടും കമ്പൈൻ ആയല്ലേ, ഇനി എനിക്ക് നിന്നെ ഉപയോഗിച്ച് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയും. ഗഗ്ഗോമുറിയെ ചോദിക്കും, 900 നിന്റെ യഥാർത്ഥ നേതാവ് അതാരാണ്? 900 അത് വിളിച്ചു പറയും, മറ്റാരുമല്ല, സാക്ഷാൽ ഗഗ്ഗോമുറിയുടെ പേര്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നിന്റെ ബോഡിയിലുള്ളത് എന്റെ ഷാഡോ അല്ലേ, പിന്നെങ്ങനെ നിന്റെ ബോസ് ഈ വൃത്തികെട്ടവനാവും? നീ ഞാനാണ്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നീ അനുസരിക്കാനായിട്ട് പാടുള്ളൂ. ഉടനെ ആ ഗഗ്ഗോമുറിയ അവൻ 900നോട് പറയും, 900 നിന്റെ കയ്യില് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ളവരെല്ലാവരെയും നീ കൊല്ലണം. അവർ നമ്മുടെ ത്രില്ലർ പാർക്ക് അത് നശിപ്പിക്കാൻ വന്നതാണ്. 900 അവന്റെ കയ്യിലേക്ക് നോക്കും. അതിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ആണ്. 900 ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കാണും. അവൻ ഗം ഗം എന്ന് പറഞ്ഞ് ലൂഫിക്ക് നേരെ തല നീട്ടി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് അത്രയും ഭാഗത്തുള്ള ബിൽഡിങ് അത് തകരാനായിട്ട് ആരംഭിക്കും. ഗഗ്ഗോമുറയാണെങ്കിൽ അവിടുന്ന് ജീവനെ കൊണ്ട് ഓടും. അടുത്ത നിമിഷം ആ ഫ്ലോർ തകർന്ന് 900ഉം ലൂഫിയും അവർ രണ്ടുപേരും ചോപ്പറും റോബിനും ഉള്ള ആ ഒരു ഫ്ലോറിലേക്ക് വീഴും. ചോപ്പർ ആണെങ്കിൽ ഡോക്ടറിനെ ചവിട്ടി തെറിപ്പിക്കും. എന്നിട്ട് റോബിനും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പൊ സേഫ് ആയ ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരിക്കും. ഇവിടെ ഡോക്ടർ ആണെങ്കിൽ ഒരു കല്ലിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ അവൻ കാണും, അവന് നേർക്ക് ആ 900 അവൻ നടന്നു വരാണ്. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ സെൻട്രിയോട് പറയും, ഞാനാണ് നിന്റെ മാസ്റ്റർ. സോ എത്രയും പെട്ടെന്ന് ഈ വലിയ കല്ല് അത് തള്ളി മാറ്റി എന്നെ പുറത്തെടുക്ക്. ഉടനെ സെൻട്രി പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് ഇപ്പൊ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഡോക്ടർക്കാണെങ്കിൽ ആ കല്ലിന്റെ ഇടയിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ആള് ദേഷ്യപ്പെട്ട് പറയും, സെൻട്രി, നീ ഇപ്പോഴും ഇതുപോലുള്ള ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണോ? നീ ശരിക്കും ഒരു ഡെഡ് ബോഡി ആയിരുന്നു. നിന്റെ ബോഡി അത് തിരികെ കൊണ്ടുവന്നതും ജീവൻ തന്നതും ഒക്കെ ഞാനാണ് നിന്റെ യജമാനൻ. ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഇപ്പൊ തന്നെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്ന് ഈ കല്ലുരുട്ടി മാറ്റ്, എന്നിട്ട് എന്നെ രക്ഷിക്ക്. നീ എന്റെ
വെറും സ്ലേവ് ആണെന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്ത് ഹരാസ് ചെയ്ത് സംസാരിക്കും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. പക്ഷെ നോക്കി നിൽക്കാനല്ലാതെ അവനെ കൊണ്ടിപ്പോ മറ്റൊന്നിനും കഴിയില്ല. ഉടനെ സിൻഡ്രി അവളിപ്പോ അങ്ങനെ ടേൺ ചെയ്ത് ചോപ്പറിനെ നോക്കും. എന്നിട്ട് അവളുടെ ഫോട്ടോയിൽ ചിരിച്ചതുപോലെ തന്നെ ഇപ്പൊ ചോപ്പറിനെ നോക്കി ചിരിക്കുകയാണ്. ചോപ്പറിന് പിടികിട്ടും സിൻഡ്രി അവളിപ്പോ പതിയെ പതിയെ അവളുടെ നോർമൽ ലൈഫിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഡോക്ടർ ആള് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, അപ്പോഴേക്കും 900 ഡോക്ടറിന്റെ തൊട്ടടുത്തെത്തി കാലങ്ങനെ ഉയർത്തുകയാണ്. ഡോക്ടർ നിലവിളിക്കും, നോ, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ആ മെയിൻ ബോസിന്റെ അസിസ്റ്റന്റ് ഡോക്ടറാണ് ഞാൻ, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. പക്ഷെ 900 ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കാലങ്ങനെ ഉയർത്തി ആഞ്ഞു ചവിട്ടും. ആ ഒരു ചവിട്ടില് ഇപ്പൊ ഫ്ലോർ തകർന്ന് 900 താഴേക്ക് വരാണ്. അവിടെയാണ് നമ്മുടെ ഉസോപ്പ് ഉണ്ടാവുക. ഉസോപ്പ് ആണെങ്കിൽ 900നെ കണ്ട് പേടിച്ചു വരച്ച് ഇപ്പൊ തിരിച്ചോടും. 900നാണെങ്കിൽ ഉസോപ്പിന്റെ നിലവിളിയും ഫോട്ടോ ഒക്കെ കണ്ട് എന്തോ ഒരു ഡൗട്ട് തോന്നും. അവനുടനെ അവന്റെ കയ്യിലൊട്ടിച്ച ഫോട്ടോസ് അതില് ഉസോപ്പിന്റെ ഫേസ് ഉണ്ടോ നോക്കും. പക്ഷേ അതിലവന്റെ ഫേസ് കാണാനുണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ സോഹെ കിങ്ങിന്റെ ആ ഒരു ഫേസ് മാസ്ക് ഇട്ടിരുന്നു. സോ 900ന് ഇപ്പൊ ഉസോപ്പിനെ തിരിച്ചറിയാൻ പറ്റില്ല. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ ഒരുപാട് അടിയിടിയൊക്കെ കൊണ്ട് ഇപ്പൊ നാമി അങ്ങനെ വീണ്ടും ഉയർത്തിയെടുക്കും. അപ്പൊ മുകളിലായിട്ട് എന്തോ ക്രാക്ക് ആവുന്ന സൗണ്ട് സാഞ്ചി കേൾക്കും. അവൻ മുകളിലേക്ക് നോക്കും. മുകളിലെ റൂഫ് അതങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് ആ 900ന്റെ കാല് അത് താഴേക്ക് വരും. കാല് കാണേണ്ട താമസം നോ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. ഇവിടെ നാമി ആണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ അൺകോൺഷ്യസ് തന്നെയാണ്. ഓടാനായിട്ട് കറക്റ്റ് ഒരു സ്ഥലം കിട്ടി അവൻ ഓടാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവന്റെ കയ്യില് ഇപ്പൊ നാമിയെ കാണാനുണ്ടാവില്ല. ഓ മൈ ഗോഡ്, അവൾ എവിടെ പോയിന്ന് പറഞ്ഞ് അവനിപ്പോ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. വീണ്ടും ആ ഇൻവിസിബിൾ മാന്റെ സൗണ്ട് അത് സാഞ്ചി കേൾക്കും. ഓ, നീ വീണ്ടും വന്നു അല്ലേ? എന്റെ ഇടി കിട്ടി നിന്റെ കാറ്റ് പോയില്ല. മര്യാദയ്ക്ക് നാമിയെ വിട്ടു തരുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷേ ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ ഒരു കൂസലും ഉണ്ടാവില്ല. അവൻ ചിരിക്കാൻ തുടങ്ങും. കാരണം 900 ഇപ്പോ മൊത്തമായിട്ട് അവരുടെ കൺട്രോളിലായെന്ന് അവൻ അറിയാം. 900 നടന്ന് ഇപ്പോ സാഞ്ചിയുടെ അടുത്തേക്ക് എത്തും. 900 ആണെങ്കിൽ അവന്റെ ജയന്റ് കാല് അതങ്ങനെ ഉയർത്തി സാഞ്ചിയെ ചവിട്ടാൻ ഒരുങ്ങും. സാഞ്ചി നൈസായിട്ട് അങ്ങനെ തിരിഞ്ഞ് ഇപ്പൊ 900നെ നോക്കും. അവന്റെ കാലങ്ങനെ എടുത്ത് ഒരൊറ്റ ചവിട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്രാങ്കി, ബ്രൂക്ക്, സോറോ അവര് 3 പേരും ഇപ്പൊ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ്. ബ്രൂക്കിനാണെങ്കിൽ അവന്റെ ഷാഡോ കിട്ടിയ സന്തോഷാണ്. അവനുടനെ അവന്റെ മുടിയുടെ കുറെ സവിശേഷതകളൊക്കെ ഫ്രാങ്കിയോട് പറയും. ഈ സമയത്താണോ നീ നിന്റെ മുടിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ ഷാഡോസ് കൂടെ തിരികെ പിടിക്കണം. അതിനുശേഷം ഇവിടുന്ന് രക്ഷപ്പെടണം. ഇതാ ഇവിടെ സോറോയ്ക്കാണെങ്കിൽ അത്രയും വലിയൊരു ലെജൻഡറി സ്ക്വാഡ് അത് കിട്ടിയ സന്തോഷത്തിലാണ്. കറക്റ്റ് ടൈം ഇപ്പൊ 900 അവൻ അവിടേക്ക് വരും. അതിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ലൂഫിയുടെ ഷാഡോ ഉള്ള ആ 900 അതിവനാണ്. മാത്രമല്ല ഇപ്പൊ അവന്റെ കാലിന്റെ അടിയിൽ നിന്ന് നല്ല രീതിയിൽ പരുക്കുപറ്റി പാവം നമ്മുടെ സാഞ്ചി അവൻ പതിയെ എഴുന്നേക്കാണ്. കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ ആ ഗഗ്ഗോ മുറിയ അവനെ പിടിക്കാനായിട്ട് അവന്റെ പിന്നാലെ ഓടും. അതിന് ഗഗ്ഗോ മുറിയ പറയും, നീ എത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്റെ പിന്നാലെ ഓടിയിട്ടും യാതൊരു കാര്യമില്ല, നിനക്ക് എന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോ ലൂഫിയെ നോക്കി ഇടിച്ചു കാണിക്കും. മറ്റൊരു ഭാഗത്ത് ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് നാമിയെ എടുത്തു നിൽക്കും. അതേസമയം ഇവിടെ ചുന്ദരി പെണ്ണിന്റെ കാറ്റ് പോയത് കണ്ട് സോംബീസ് എല്ലാം അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ഒരുപാട് സോംബീസ് അവരാ 900നെ കണ്ട് പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പൊ അതേസമയം നമ്മുടെ ഉസോപ്പ് അവൻ ബൈനോക്കുലറൊക്കെ വെച്ച് ഓരോ ഭാഗവും നിരീക്ഷിക്കുകയാണ്. അപ്പോഴായിരിക്കും ഉസോപ്പ് കാണുക ആ 900ന്റെ കയ്യില് അവന്റെ കയ്യില് നമ്മുടെ ആൾക്കാരുടെ വാണ്ടഡ് പോസ്റ്റർ. ഉസോപ്പ് ആണെങ്കിൽ ആ കാര്യം ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയാൻ തുടങ്ങും. കട്ട് ചെയ്ത 900 അവൻ നിലവിളിച്ചു പറയും, സ്ട്രോ ഹാറ്റ് ലൂഫിയും ടീമും അവരെത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം. ഉടനെ സോറോ അവനാണെങ്കിൽ 900നെ നോക്കി എത്രയും പെട്ടെന്ന് ഇവന്റെ കഥ കഴിക്കണം എന്ന് പറഞ്ഞ് ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.